ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഓർമ്മയില്ലേ? 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാജ്പേയി സർക്കാരിന്റെ തുടർഭരണത്തിനായി 500 കോടി രൂപ ചെലവഴിച്ച് BJP ഇറക്കിയ പ്രചാരണ വാക്യമായിരുന്നു അത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യ ഷൈനിങ് BJP ഷെയിമായി തീർന്നു. ഇപ്പോൾ മോദി തിളക്കത്തിന് കോപ്പുകൂട്ടുന്ന BJP 2004 തിരിച്ചടിയാണ് രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഇത്തവണ 2500 കോടി രൂപ പ്രചാരണത്തിന് മാത്രം ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി പ്രധാനമന്ത്രി ഔദ്യോഗിക സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തലങ്ങും വിലങ്ങും പറക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തന ഫണ്ട് മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായി അവകാശവാദവും ആഗ്രഹവും BJP സ്വയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 400 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ള അവകാശവാദം ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് കുറച്ചുകൊണ്ടുവരാൻ BJP നിർബന്ധിതരായിരിക്കുകയാണ്. വിജയം അത്ര എളുപ്പമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ BJP അടവുകൾ മാറ്റുകയാണ്. പണം ചാക്കുകെട്ടുകളിലാക്കി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുക്കുന്നു. കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡും അറസ്റ്റും വ്യാപകമായിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലാണ് BJPക്ക് ഏറ്റവും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരിക. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, കേരളം, പുതുച്ചേരി സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ദക്ഷിണേന്ത്യയിലെ മൊത്തം 116 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ 29 സീറ്റുകൾ നേടിയ തെക്കേ ഇന്ത്യയിൽ വളരെ ക്ഷീണിച്ച ആരോഗ്യസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കർണാടകയിൽ നിന്ന് നേടിയ 25 സീറ്റിന്റെ മുൻതൂക്കം ഇത്തവണ പകുതിയായി കുറയും. 2 അക്ക സീറ്റുകൾ BJP നേടുമെന്നുള്ള അവകാശവാദം തുറക്കാത്ത അക്കൗണ്ട് പോലെ തന്നെയിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമായിരിക്കില്ല. 131 സീറ്റുകളുള്ള വടക്കൻ സംസ്ഥാനങ്ങളായ UP, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കയറ്റമല്ല, ഇറക്കമാണ് BJP പ്രതീക്ഷിച്ചിരിക്കുന്നത്. കർഷക പ്രക്ഷോഭത്തിന്റെയും സിഖ് വിരുദ്ധ നിലപാടുകളുടെയും ഗുസ്തി താരങ്ങളോട് സ്വീകരിച്ച ഹീനമായ നടപടിയും വടക്കേ ഇന്ത്യ മുഴുവൻ അലയടിക്കുന്നു. കിഴക്കൻ സംസ്ഥാനങ്ങളായ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ 134 സീറ്റുകളാണുള്ളത്. ബീഹാറിൽ പോലും പ്രതീക്ഷയില്ലാത്ത വിധം ക്ഷീണമാണ് BJPയെ ബാധിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന പശ്ചിമ തീരത്തെ സ്ഥിതി ചിലപ്പോൾ BJPയെ അനുഗ്രഹിച്ചേക്കാം.